ഈ വീഡിയോ കാണുമ്പോൾ ഇവർക്ക് എത്ര സങ്കടം നിങ്ങൾക്ക് തോന്നും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ പണിയും കൂടി ഇവർ എടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള സങ്കടമാണ് ഇപ്പോൾ. ഏതായാലും നമ്മൾ ഒരു കാര്യങ്ങളെ പറ്റി പഠിക്കാനും പോയിട്ടുള്ള ഒരു യാത്ര പോവാണ്. ചൈനയ്ക്കാണ്. ഞാൻ 2050 പോകുമെന്ന് പറഞ്ഞിട്ടാണ് പെരുന്ന് ഇറങ്ങിയത്. ഏതായാലും ഇത് തീരെ പറ്റാത്ത ഈ ബാഗും പേഴ്സും കൂടി ഇറക്കി വെക്കണം. അതായത് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഗേറ്റ് നമ്പർ 2ക്ക് വരാൻ പറഞ്ഞു. അവിടെ നമ്മൾ ശ്രീലങ്കൻ എയർവേസിലാണ് ഇവിടുന്ന് പുറപ്പെടും. നമുക്കുള്ള വണ്ടിയാണ് കാത്തിക്കുന്നത്. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ പറന്നു തുടങ്ങി. നേരെ കൊളംബോയിൽ പോയി ഇറങ്ങി. അങ്ങനെ കൊളംബോയിൽ പോയി ഇറങ്ങി കുറച്ചു നേരം അവിടെ കെട്ടി തിരിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത വണ്ടി പാർക്ക് ചെയ്ത് അടുത്ത ബോർഡിങ് തുടങ്ങി. ചൈന ഗോൻജോയിൽ പോയിട്ട് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇനി 6 മണിക്കൂർ ട്രാവലാണ്. മറ്റേത് യാത്രനേക്കാൾ ചടപ്പാണ് നമുക്ക് ഈ ഫ്ലൈറ്റിലെ യാത്ര. കാരണം ഈ ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഫുഡുണ്ട്. ശ്രീലങ്കൻ എയർവേസിൽ നല്ല കിട്ടില്ല ഫുഡുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ രാവിലെ ഉറങ്ങാത്തോണ്ടെന്ന് പറഞ്ഞു. ഇത്ര നേരം അവിടെ ചർച്ച ചെയ്ത് നിന്റെ റിലാക്സേഷൻ കിട്ടില്ലെങ്കിൽ ഇതിലിങ്ങനെ സ്പീഡിൽ നടക്കുമ്പോഴാണ്. ഏതായാലും ചൈനയിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതണം. അതോടെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും വേണം. എല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിട്ടേൺ നാട്ടിൽ ഇങ്ങനെ പോകേണ്ടി വരും. ഒരു വൈഫൈ ഒക്കെ റീചാർജ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് മുർഷിദിന് ആരാന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറയാം. മുർഷിദ് നമ്മൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഗേജും കിട്ടിയിട്ട് വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഫുഡ് നമ്മുടെ നാട്ടിലത്തെ മാതിരി ക്യാരൻസും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അവിടുത്തെ പിന്നെ സ്ട്രീറ്റ് ഫുഡ് മാത്രമേ നട്ടപ്പാതിരെ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്നത് കഴിച്ച് നല്ല ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ കഴിച്ച് ആ സ്റ്റിക്കാണ് പിന്നെ നമുക്ക് സീനുള്ളത്. നമ്മൾ ഈ കൈകൊണ്ട് തിന്ന് ശീലമായിട്ട് കൈകൊണ്ട് തിന്നാനും വയ്യ, ഇതുകൊണ്ടിട്ട് കിട്ടണില്ല. ഏതായാലും റൂമിലെത്തി. ഇനി റൂമിലത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് ഈ ഫോൺ ചേരിച്ചു പിടിച്ച് കാണാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നാളെ. താങ്ക് യു.